നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഉടമ എൻ.എം. രാജു വീണ്ടും ഇഡിക്ക് മുന്നിൽ ഹാജരായി. കഴിഞ്ഞയാഴ്ചയും എൻ.എം. രാജുവിനെ ചോദ്യം ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ആന്റണി എം.പിക്ക് 2 കോടി കൈമാറിയെന്ന് എൻ.എം. രാജു വെളിപ്പെടുത്തിയിരുന്നു. നെടുമ്പറമ്പിൽ ഫിനാൻസിൽ തന്ത്രി കണ്ഠരര് രാജു വരെ 1.5 കോടി നിക്ഷേപിച്ചിരുന്നുവെന്ന ആരോപണങ്ങളും രാജു നിഷേധിച്ചിരുന്നു. ജിജീഷ് കർണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, എന്തുകൊണ്ട് വീണ്ടും ഹാജരാകേണ്ടി വന്നു? കൃഷ്ണജി, അന്വേഷണം തുടരുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വ്യക്തമായ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് നിരവധി രാഷ്ട്രീയ നേതാക്കൾക്ക് സാമ്പത്തികമായ സഹായങ്ങൾ എൻ.എം. രാജു നൽകിയിട്ടുണ്ട്. പാർട്ടി ഫണ്ടുകളായി പല ആളുകളുടെയും കയ്യിൽ പണം എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ചില ആളുകളുടെ കള്ളപ്പണം നിക്ഷേപിക്കാനുള്ള ഒരു മാർഗമായി നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സൊസൈറ്റിയെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ തേടിയാണ് കഴിഞ്ഞയാഴ്ച ചോദ്യം ചെയ്തതിന് പിന്നാലെ ഇന്ന് വീണ്ടും ഹാജരാകാൻ സമൻസ് നൽകിയതും അല്പം മുമ്പ് എൻ.എം. രാജു ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും ആന്റണിക്ക് എതിരെയാണ് അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. കാരണം ആന്റണി എം.പി 2 കോടി രൂപ തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നുവെന്നും 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയിരുന്നത് എന്നും എൻ.എം. രാജു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകിയിരുന്നു. കഴിഞ്ഞയാഴ്ച ചോദ്യം ചെയ്യലിലും ഒപ്പം തന്നെ അതിനു മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലുമാണ് ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തത്. മാത്രമല്ല, ഈ ഒരു എൻ.എം. രാജുവിന്റെ ആരോപണങ്ങൾ ഒരു ഘട്ടത്തിലും ആന്റണി എം.പി നിഷേധിച്ചിരുന്നില്ല. പണം വാങ്ങിയിരുന്നു, അത് എത്ര തുകയാണ് എന്ന് വ്യക്തമാക്കാതെ തന്നെ വാങ്ങിയ പണം താൻ തിരികെ നൽകി എന്നത് മാത്രമായിരുന്നു ആന്റണി ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കുള്ള മറുപടിയായി പറഞ്ഞത്. ഇത്തരത്തിലുള്ള അന്വേഷണം കൂടുതൽ ശക്തമായി തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ്ടും എൻ.എം. രാജുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. കൂടുതൽ വരുന്ന ദിവസങ്ങളിൽ മറ്റു ചില ചോദ്യം ചെയ്യലുകളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കും. പ്രത്യേകിച്ച് ആന്റണി എം.പിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മറ്റു ചില നേതാക്കളെ കൂടി എൻ.എം. രാജുവിന്റെ മൊഴികളിലുള്ള മറ്റു ചില നേതാക്കളെ കൂടി കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം ഒരുങ്ങുന്നുണ്ട്. 44.5 കോടി രൂപയുടെ എൻ.എം. രാജുവിന്റെ സ്വത്തുവകകൾ അന്വേഷണ സംഘം നേരത്തെ മരവിപ്പിച്ചിരുന്നു. തുടർന്ന് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കൂടി കടക്കാനിരിക്കെയാണ് വിശദമായ ചോദ്യം ചെയ്യലുകൾ ആവർത്തിക്കുന്നത്. ശരി, ജിജീഷ് കർണാകരനാണ് വിവരങ്ങൾ നൽകിയത്.